വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അതിലെനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിഭവമാണ് ഉപ്പുമാവ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് റവ ഉപ്പുമാവ് മാത്രമാണ് ഇഷ്ടമില്ലാത്തുള്ളൂ എന്ന്. അങ്ങനെയാണ് ഈ റാഗി വെർമിസെല്ലി ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. വെള്ളം ചൂടാക്കി അതിലേക്ക് റാഗി വെർമിസെല്ലി ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഇതിനാവശ്യമായ ഉപ്പും അപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതും 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്റ്റീമായി കിട്ടും. അതിനുശേഷം ഒരു കടായി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർക്കുക. ഒരു ഫ്ലേവറിന് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയും കുറച്ച് ക്യാരറ്റും ബീൻസുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ റാഗി വെർമിസെല്ലിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. റാഗി റിച്ച് ഇൻ കാൽഷ്യം, ഹൈ ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.